പമ്പാതീരത്ത് നടത്താനിരിക്കുന്ന ആഗോള അയ്യപ്പ സംഗമവുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. 3000 പേർ പങ്കെടുക്കുമെന്ന് പറഞ്ഞെടുത്ത് 5000 പേർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. പങ്കെടുക്കുന്നവർക്ക് ശബരിമലയിൽ ദർശനം നടത്താനും അവസരം നൽകും. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നു. ഡി ബിനോയ് ചേരുന്നു. വലിയ ഒരു വിജയത്തിലേക്ക് നീങ്ങുന്ന രീതിയിൽ എല്ലാ തരത്തിലുള്ള സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള വിശ്വാസി സമൂഹത്തെ മുഴുവനും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പോകാൻ കഴിയുന്ന പ്രതീക്ഷാകരമായിട്ടുള്ള ഒന്നായിട്ട് ആഗോള അയ്യപ്പ സംഗമം മാറുകയാണോ ഡി ബിനോയ്? ഇതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളതെങ്കിലും അയ്യപ്പ സംഗമവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും തീരുമാനം. നേരത്തെ പറഞ്ഞിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ഈ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതെന്ന് പറഞ്ഞെങ്കിൽ തന്നെയും രക്ഷാ അധികാരി എന്ന നിലയിൽ നോട്ടീസിൽ ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ പേര് കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു ബ്രോഷറാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഒപ്പം ഉദ്ഘാടനം നടത്തുന്ന സമയങ്ങളും അവിടെ നടക്കേണ്ട ചടങ്ങുകളെ കുറിച്ചുമുള്ള ചെറിയൊരു ലഘുലേഖ കൂടി പുറത്തുവിട്ടിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂർ കൊണ്ട് ഉദ്ഘാടന ചടങ്ങുകൾ തീരും. ഒപ്പം അവിടെ അയ്യപ്പ സംഗമത്തിനായി എത്തുന്നവർക്ക് കേരളത്തിന്റെ പരമ്പരാഗതമായ വാദ്യമേളങ്ങൾ ആസ്വദിക്കാനും അതുമായി ബന്ധപ്പെട്ട് പരിചയപ്പെടാനും അവസരം. ഇതിൽ ഇപ്പോൾ വിവാദമായിരിക്കുന്നത് പമ്പ തീരത്ത് പ്രത്യേകിച്ചും പമ്പ പ്രദേശം എന്ന് പറയുന്നത് തന്നെ പെരിയാർ ടൈഗർ റിസർവിൽ പെട്ടതാണ്. അതായത് പെരിയാർ കടുവ സങ്കേതത്തിൽ പെട്ട ഒരു മേഖലയാണ്. ആ മേഖലയിൽ 3 വേദികളാണ് പണിയാൻ, അതായത് താൽക്കാലിക വേദികളാണ് പണിയുന്നത്. ഇത് ശരിയല്ല. ഇത് പ്രത്യേകിച്ചും ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആചാരങ്ങൾക്ക് വിരുദ്ധമായ തരത്തിൽ ഇത്തരത്തിൽ സംഗമങ്ങൾ സംഘടിപ്പിക്കാൻ പാടില്ല എന്നാണ് ഒരു വിഭാഗം അയ്യപ്പ ഭക്തരും ഒപ്പം കോൺഗ്രസും BJPയും എല്ലാം ഇപ്പോൾ പറയുന്നതും ആരോപണമായി ഉന്നയിക്കപ്പെടുന്നതും. എന്തായാലും പമ്പാ തീരത്തെ പന്തലുകളുടെ പണി ഹൈക്കോടതി അനുമതി നൽകുമ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വലിയ തരത്തിൽ പന്തൽ പണികൾ പൂർത്തിയാവുകയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 20-ാം തീയതിയാണ് പമ്പാ സംഗമമെങ്കിലും 19-ാം തീയതി കൂടി തന്നെ പ്രതിനിധികൾക്ക് പമ്പയിൽ എത്തുന്നതിനും അവർക്ക് തങ്ങുന്നതിനു വേണ്ടിയുള്ള സംവിധാനങ്ങളും ഒക്കെ സംസ്ഥാന സർക്കാർ ഒരുക്കുകയാണ്. ഏകദേശം 4 കോടിയോളം രൂപയാണ് ഈ അയ്യപ്പ സംഗമത്തിനായി ചിലവ് പ്രതീക്ഷിക്കുന്നത്. അയ്യപ്പ സംഗമത്തിന് വരുന്ന ആളുകൾക്ക് പത്തനംതിട്ട എരുമേലി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നതിന് വേണ്ടിയുള്ള താമസ സൗകര്യങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെ ഏർപ്പെടുത്തും. കാരണം പമ്പയിൽ ആളുകൾക്ക് തങ്ങുന്നതിനാവശ്യമായ സംവിധാനങ്ങളോ സ്ഥലമോ ഒന്നും തന്നെ ഇല്ല. അതുപോലെ ശബരിമലയിലും അത്തരത്തിൽ ഒരു സംവിധാനം ഏർപ്പെടുത്താൻ കഴിയില്ല. ഈ 19, 20 തീയതികളിൽ ഈ അയ്യപ്പ സംഗമത്തിന് എത്തുന്നവർക്ക് ദർശനത്തിനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് ഇവർക്ക് തങ്ങുന്ന സ്ഥലത്ത് നിന്നും അയ്യപ്പ ദർശനം നടത്തി പോകുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം കൂടി ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് 19-ാം തീയതിയും 20-ാം തീയതിയും സാധാരണ ഇപ്പോൾ ശബരിമല സന്നിധാനത്തിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ സ്പോട്ട് ബുക്കിംഗ് നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് നമ്മുടെ വിവരങ്ങൾ സംസ്ഥാന പോലീസിനെയും ദേവസ്വം ബോർഡിനെയും അറിയിക്കണം. എന്നാൽ ആ ദിവസങ്ങളിൽ ചുവപ്പ് കള്ളി 19, 20 ദിവസങ്ങളിൽ പച്ചക്കള്ളിയാണ് സാധാരണ വരുന്നത്. ഇപ്പോൾ അത് ആളുകൾ പൂർത്തിയായി എന്നുള്ളത് കൊണ്ട് ചുവന്ന നിറത്തിലുള്ള കള്ളികളാണ് വന്നിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഈ 2 ദിവസത്തെയും ബുക്കിംഗ് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അത് ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ വരുന്ന പ്രതിനിധികൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ള സൂചനകളാണ് നൽകുന്നത്. അത്തരത്തിൽ സർക്കാർ തലത്തിലുള്ള ചില ക്രമീകരണങ്ങൾ അന്ന് ഹൈക്കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്. സാധാരണ തീർത്ഥാടകനും അയ്യപ്പ ഭക്തനും യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ദർശനം നടത്തി മടങ്ങുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണം. അതല്ലാതെ അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ഒരു നിയന്ത്രണമോ വിലക്കോ പാടില്ല എന്നൊരു നിർദ്ദേശം ഹൈക്കോടതി തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകും, എങ്ങനെ നടപ്പിലാക്കാൻ കഴിയും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഈ ദിവസങ്ങളിൽ ദർശനത്തിന് ആർക്കെങ്കിലും അവസരം കിട്ടാതെ വരികയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ അതൊരു ഹൈക്കോടതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സർക്കാർ വീണ്ടും വലിയ ബുദ്ധിമുട്ടിലാവും. പ്രതിസന്ധി ഘട്ടത്തിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഏകദേശം 4 കോടിയോളം രൂപയാണ് ഈ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന അയ്യപ്പ സംഗമത്തിനായി ചിലവ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ഈ പരമ്പരാഗത വാദ്യമേളങ്ങൾ ആസ്വദിക്കുന്നതിനൊപ്പം തന്നെ ആഗോള ടൂറിസം, അതായത് ഈ സ്പിരിച്വൽ ടൂറിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു പന്തലും സംവിധാനങ്ങളും, അങ്ങനെ 3 പന്തലുകൾ, ഒപ്പം ഗാനമേള ഉൾപ്പെടെ ഭക്തിഗാനമേള ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുന്ന ഒരു ഹർജി, അജികുമാർ എന്ന് പറയുന്ന ആളാണ് ഹർജി നൽകിയിരിക്കുന്നത്. അയാൾ പ്രധാനമായും ഉന്നയിക്കുന്നത് ഈ പമ്പയുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് നിലനിൽക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയുണ്ട്. ഒപ്പം വനമേഖലയാണ്. വനമേഖലയിലേക്ക് ഇത്തരത്തിൽ ആളുകളെ തങ്ങാൻ അനുവദിക്കുകയും അവിടെ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളില്ലാതെ ഷെഡുകൾ കെട്ടുന്നതും ക്രമവിരുദ്ധമാണെന്ന് കാണിച്ചാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം മുന്നിലേക്ക് ഹർജിയായി എത്തിയിരിക്കുന്നത്. പക്ഷേ അതൊക്കെ ഈ അയ്യപ്പ സംഗമത്തിന് പ്രതികൂലമാകുമോ എന്നുള്ള കാര്യം പിന്നീട് അറിയാം. എന്തായാലും
നിലവിൽ ഇപ്പോൾ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട പരിപാടികളുമായി സർക്കാർ മുന്നോട്ടേക്ക് തന്നെ മുഖ്യമന്ത്രി അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യും. പിന്നീട് ആരൊക്കെ പങ്കെടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അതേസമയം സംസ്ഥാനത്തിന്റെ പുറത്തുള്ള അയ്യപ്പ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ശ്രീധർമ്മവേദി, അയ്യപ്പ സേവാ സംഘം, അങ്ങനെ അയ്യപ്പ സേവാ സമിതി, അയ്യപ്പ കർമ്മ സമിതി എന്നൊക്കെ പറഞ്ഞിട്ട് തമിഴ്നാട്, ആന്ധ്ര, അതുപോലെ തന്നെ കർണാടക, ഈ സ്ഥലങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ഒരു അറിയിപ്പ്, സാധാരണ ജനങ്ങളാണ്, ശബരിമലയുമായി ബന്ധപ്പെട്ട് വരുന്ന ഗുരുസ്വാമിമാരാണ് അവര്. ഈ ഗുരുസ്വാമിമാരെ കാര്യമായ ഒരു അറിയിപ്പോ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് അവർക്കുള്ള ബുദ്ധിമുട്ടുകൾ പറയുന്നതിനോ ഇല്ല. പകരം ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് സ്പോൺസർ ചെയ്തിരിക്കുന്ന ആളുകൾ, പദ്ധതികൾ സ്പോൺസർ ചെയ്തിരിക്കുന്ന ആളുകൾ, അവരുടെ ഒപ്പം കൂടുന്ന ആളുകൾ, ഇങ്ങനെ കുറെ ആളുകളെ ക്രമീകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് BJPയുടെ വലിയ തരത്തിലുള്ള ആരോപണം. എന്തായാലും അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർന്നു പൊങ്ങുമ്പോഴും പമ്പയിൽ പന്തൽ നിർമ്മാണവും തയ്യാറെടുപ്പുകളും ബഹുദൂരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. MS.